SLC Maths Chapter 1 Textbook page number 21. First question. The third term of an arithmetic sequence is 15 and the eighth term is 35. What is the 13th term? First question. Second, what is the 23rd term? A first term D common difference ആണെങ്കിൽ nth ടേം എന്ന് പറയുന്നത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് n മൈനസ് 1. മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ 3ൽ നിന്ന് കുറച്ചു 2 2d എന്ന് പറഞ്ഞത് 15. എയ്ത്ത് ടേം എന്ന് പറയുന്നതാണ് a പ്ലസ് 7d, അതായത് 8ൽ നിന്ന് കുറച്ച് 7 35. ഇനി ഇത് രണ്ട് ഇക്വേഷനായിട്ട് എടുത്തിട്ട് നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 1ഉം 2. ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് 2 കുറയ്ക്കുകയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന എയും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയിപ്പോകും. 2ൽ നിന്ന് 2ഡിയിൽ നിന്ന് 7d സബ്ട്രാക്ട് ചെയ്യുമ്പം 2 ചെറിയ സംഖ്യ 7 വലിയ സംഖ്യ, അതുകൊണ്ട് മൈനസ് 5d. 2ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ മൈനസ് 5d. 15ൽ നിന്ന് 35 കുറയ്ക്കുമ്പം മൈനസ് 20 മൈനസ് 20. അങ്ങനെയാണെങ്കിൽ മൈനസ് 5d മൈനസ് 20 ആണെങ്കിൽ ഡി എന്ന് പറയുന്നത് മൈനസ് 20 ബൈ മൈനസ് 5. 5 4s are 20. 4 ആൻസർ കിട്ടി. കോമൺ ഡിഫറൻസ് 4 കിട്ടി. ഇനിയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 13th ടേം. 13th ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് 12d. ഈ 12dയെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. a പ്ലസ് 12d എന്നുള്ളത് ഞാൻ 2d പ്ലസ് 10d എന്നാക്കി. 2d എന്നാക്കി എന്താണെന്ന് ചോദിച്ചാൽ a പ്ലസ് 2d എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ a പ്ലസ് 2d എനിക്കറിയാം 15 ഇട്ടു, പ്ലസ് ഇട്ടു. ഇനി 10d, d കണ്ടുപിടിച്ചു 4. 10 ഇൻറ്റു 4 40. 15 പ്ലസ് 40 55. 13th ടേം കിട്ടിക്കഴിഞ്ഞു 55. ഇനി അടുത്തത് 23rd ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് a പ്ലസ് 22d. a പ്ലസ് 22d അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. 22നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. 12 പ്ലസ് 10 എന്നങ്ങാക്കി. 12 10 22. a പ്ലസ് 12d പ്ലസ് 10d. a പ്ലസ് 12d എന്താണെന്ന് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു. a പ്ലസ് 12 ഈസ് ഈക്വൽ ടു 55. ആ 55ൻ്റെ കൂടെ 10d കണ്ടുപിടിച്ചിട്ടുണ്ട്. 10 ഇൻറ്റു 4 40. അത് രണ്ടും കൂടെ കൂട്ടും. 55ഉം 40ഉം കൂടെ കൂട്ടുമ്പോൾ 95. ഇത് തന്നെ ഇനി നമുക്ക് ഇക്വേഷൻ ആക്കിയും ചെയ്യാം. എ കണ്ടുപിടിക്കാം. എ കണ്ടുപിടിച്ചിട്ട് പിന്നെ a പ്ലസ് 2d ഈസ് ഈക്വൽ ടു 15. a പ്ലസ് 2d ഈസ് ഈക്വൽ ടു 15. 2 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 15. 4 ഇൻറ്റു 2 8. a പ്ലസ് 8 ഈസ് ഈക്വൽ ടു 15. അങ്ങനെയാണെങ്കിൽ a എന്ന് പറഞ്ഞാൽ 15ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്താൽ മതി, 7. അപ്പോൾ 13th ടേം കാണാനുള്ള ഇക്വേഷൻ a പ്ലസ് 12d. 7 പ്ലസ് 12 ഇൻറ്റു 4 48 പ്ലസ് 7 55. അങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി 23rd ടേം എന്ന് പറയുമ്പോൾ a പ്ലസ് 22d. അതായത് ഏത് ടേമാണോ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് d ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 പ്ലസ് 22 ഇൻറ്റു 4 7 പ്ലസ് 88 ഇസ് ഈക്വൽ ടു 95. അങ്ങനെ രണ്ട് രീതിയിലും ഇത് കണ്ടുപിടിക്കാം. ഓക്കെ.